ഒരു കൊല്ലം മുമ്പ് തന്നെ ഈ മണിപ്പൂരിനെ കുറിച്ച് ഞാൻ നിരവധി വീഡിയോകൾ ചെയ്തിരുന്നു. ആ നിരവധി വീഡിയോകൾ ചെയ്തപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത്, ബിരേൻ സിംഗ് എന്ന് പറയുന്ന മണിപ്പൂരിലെ BJPയുടെ മുഖ്യമന്ത്രി അവിടെ നിന്ന് മാറ്റാതെ മണിപ്പൂർ ഒരിക്കലും ശാന്തമാവില്ല എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിപ്പോഴും ഒരു മാത്യു സാമുവൽ എന്ന് പറയുന്ന ചാനലിൽ കിടക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് കാണാൻ ഞാൻ എൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്, ഈ പറയുന്ന ഒരു പ്രശ്നമുണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം മെയ് 3 ചുരാചന്ദ്പൂരിൽ വെച്ചിട്ട് ഓൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നു. അന്നാണ് ഇത് പൊട്ടിപ്പുറപ്പെടുന്നത്. ആ പൊട്ടിപ്പുറപ്പെടുന്നതിൻ്റെ കാരണം, ഈ പറയുന്ന മെയ്തേയ്കൾക്ക് കൂടി ഒരു ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ സ്റ്റാറ്റസ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില ആളുകൾ കോടതിയിലേക്ക് പോവുകയും അത് വേണമെങ്കിൽ സർക്കാർ പരിഗണിക്കണമെന്ന് പറഞ്ഞ് കോടതികൾ ഒരു ഉത്തരവ് അങ്ങോട്ട് പാസ്സാക്കുകയും ചെയ്തു. അവരൊന്നും ചിന്തിക്കാതെ വെറുതെ ഒരു ഉത്തരവ് അങ്ങോട്ട് പാസ്സാക്കി. ആ ഉത്തരവ് പാസ്സാക്കിയതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഓൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ മണിപ്പൂരുള്ള ആളുകൾ ഒക്കെ കൂടി ഒന്നിച്ചേരുകയും ഒരു പ്രതിഷേധ മാർച്ച് നടത്തുകയും അത് പിന്നീട് അവിടെ നിന്നൊരു വലിയ കലാപമായി തീരുകയും ചെയ്തു എന്നുള്ളതാണ് താൽക്കാലികമായിട്ടുള്ളൊരു കാര്യം. പക്ഷെ അതിന് മുമ്പ് തന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കുക്കികളും അതുപോലെ തന്നെ മെയ്തികളും പോലെയുള്ള നാഗകളും പോലെയുള്ള ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ വലിയ സ്പർദ്ധ ഉണ്ടാക്കുന്നതിനും വംശീയമായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കുന്നതിനും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുമൊക്കെ രാഷ്ട്രീയക്കാർ ശ്രമിച്ചിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സത്യത്തിൽ ഞാൻ ഈ PV അൻവർ എന്ന് പറയുന്ന ഒരു നമ്മുടെ MLA ഒരുപാട് ഞാൻ എതിർത്തിട്ടുള്ള ഒരാളാണെങ്കിലും അദ്ദേഹം ഒരു വാചകം പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മണിപ്പൂരിലൊക്കെ സംഭവിച്ചതുപോലെ ആളുകളുടെ മനസ്സ് ഉപജിക്കുന്ന പരിപാടികൾ ഇവിടെയുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഏതാണ്ട് അതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം പോർഷൻ അവിടെ മണിപ്പൂരിൽ നേരത്തെ മുതൽ നടന്നിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാര്യം, 40ഓളം വരുന്ന MLA-മാരെ തിരഞ്ഞെടുക്കുന്നത് മെയ്തികൾക്ക് വലിയ പ്രാധാന്യമുള്ള ഇംഫാൽ താഴ്വരയിൽ നിന്നാണ്. അപ്പോൾ ഇംഫാൽ താഴ്വരയിലുള്ള ആളുകളെ കൺസോൾഡേറ്റ് ചെയ്ത് ഒരുമിച്ച് നിർത്തിയാൽ, ഒരു ന്യൂനപക്ഷത്തെ ശത്രുവാക്കി കാണിച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് ആ 40 MLA-കൾ മതി ഭരിക്കാനായിട്ട്. കാരണം അവിടെ ആകെ 60 സീറ്റുകളേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഈ പറയുന്ന വിക്കഡായിട്ടുള്ള വളരെ ഒരു കുനിഷ്ടോട് കൂടിയിട്ടുള്ള ഒരു ചിന്ത രാഷ്ട്രീയക്കാരുടെ ഉള്ളിൽ നിന്നുണ്ടാവുകയും അവർ ഒരു ഭാഗം പിടിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന കലാപം ഇപ്പോഴും മാറാത്തത്. ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തപ്പോൾ നരേന്ദ്രമോദിക്ക് പിന്നെയും ഒരു സമയം വേണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷെ അന്ന് ഏതാണ്ട് 50 ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ 50 ദിവസമായപ്പോൾ തന്നെ 355 അവിടെ ഇമ്പോസ് ചെയ്തിരുന്നു. 355 ഇമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പോലീസിൻ്റെയും ക്രമസമാധാന ചുമതലയും ഒക്കെ തന്നെ ഗവൺമെൻറ്റുകൾ, അതായത് കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കുന്നൊരു പണിയാണ്. സാധാരണ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തത് ആ സർക്കാരിനെ കൂടി പിരിച്ചുവിടുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പക്ഷെ അവിടെ BJP സർക്കാർ തന്നെ ഭരിക്കുന്നതുകൊണ്ട് BJP അത് ചെയ്തിട്ടില്ല. അതിൻ്റെ ഇപ്പോൾ ഫലം കണ്ടു തുടങ്ങിയിട്ടുള്ളത്, ഇപ്പം സത്യത്തിൽ അവിടെ ബിരേൻ സിംഗ് എന്ന് പറയുന്ന മുൻപ് ജേർണലിസ്റ്റ് ആയിരുന്ന അദ്ദേഹം ഇതിനു മുമ്പ് മുഖ്യമന്ത്രി അവിടെ ഭരിച്ചിട്ടുണ്ട്. പക്ഷെ അന്നേരം കുഴപ്പമുണ്ടായില്ല. അന്നേരം കുഴപ്പമുണ്ടാകാത്തതിൻ്റെ കാരണം അതൊരു കൊളീഷൻ ഗവൺമെൻറ് ആയിരുന്നു, ഒരു മുന്നണി സർക്കാരായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അദ്ദേഹത്തിന് ഫ്രീ ഹാൻഡായിട്ടൊരു ഭരണം കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഭരണം കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹം ഈ പറയുന്ന കുക്കി ഗോത്രവർഗ്ഗക്കാർക്ക് അവരെ ഒരു തരത്തിലും വിശ്വാസത്തിലെടുക്കാതെ, അവരിൽ നിന്ന് ഏതാണ്ട് 9 MLA-മാർ BJPക്ക് ഉണ്ടായിട്ട് 2 മന്ത്രിമാരുണ്ടായിട്ട് പോലും അവരെ ഒന്നും വിശ്വാസത്തിലെടുക്കാതെയുള്ള ഒരു ഭരണമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രതിഫലനം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഒരാഴ്ച ഇപ്പോൾ ഏതാണ്ട് 225-ലധികം പേർ കഴിഞ്ഞ കൃത്യം ഒരു കൊല്ലം കൊണ്ട്, അതായത് മെയ് 3 തുടങ്ങിയിട്ടുള്ള കലാപം ഈ കഴിഞ്ഞ മെയ് 3 വരെ 225ഓളം വരുന്ന ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് 60,000-ലധികം വരുന്ന ആളുകൾ അവരുടെ വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് അവർ ഡിസ്പ്ലേസ്ഡ് ആയിരിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ച മാത്രം 10 പേരവിടെ കൊല്ലപ്പെട്ടു. ആ 10 പേരിൽ ഒരാളെന്ന് പറയുന്നത് കാംകോപ്കി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് അയാൾ അറിയാതെ, ഒരു വിമുക്ത ഭടനാണ്, കുക്കി ഗോത്രവർഗ്ഗക്കാരനാണ്. അയാൾ നേരെ വണ്ടി ഓടിച്ച് ചെന്നപ്പോൾ വിമുക്ത ഭടനാണെന്ന് നോക്കാതെ അയാളെ അവിടെ നിന്നുള്ള ജനക്കൂട്ടം ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. ഒരു കൊല്ലം മുമ്പ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഏറ്റവും ആദ്യം കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ജോഷുവ എന്ന് പറയുന്ന ഒരാൾ അലമുറയിട്ട് കരയുന്ന ഒരു രംഗമാണ് കാണിച്ചിട്ടുള്ളത്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ജോഷുവ എന്ന് പറയുന്ന അലമുറയിട്ട് കരയുന്ന ആ വീഡിയോ നിങ്ങളൊന്ന് കാണേണ്ടതാണ്. അദ്ദേഹത്തിന് സംഭവിച്ചൊരു കാര്യം, അദ്ദേഹം ഒരു കുക്കി ഗോത്രവർഗ്ഗക്കാരനാണ്. അദ്ദേഹം മെയ്തേയ് വിഭാഗത്തിൽ നിന്ന് കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിച്ച് സ്വന്തം മകന് 7 വയസ്സുണ്ട്. അവനൊരു അസുഖം വന്നപ്പോൾ ചികിത്സിക്കാതിരിക്കാൻ വേറെ വഴിയില്ലെന്ന് തീരുമാനിച്ച് ഒരു ആംബുലൻസ് പിടിച്ച് മെയ്തേയ് വിഭാഗക്കാർക്ക് പ്രാമുഖ്യമുള്ള ഒരു മേഖലയിലേക്ക് ഇയാൾ ആംബുലൻസിൽ കയറ്റി സ്വന്തം ഭാര്യയും മകനെയും വിട്ടു. കാരണം അവിടെ ശരിക്കും യഥാർത്ഥത്തിൽ ആ സ്റ്റേറ്റ് രണ്ടായിരിക്കുന്നു. കാരണം കുക്കി ഗോത്രവർഗ്ഗക്കാർക്കും പ്രാമുഖ്യമുള്ള മേഖലയ്ക്ക് മെയ്തേയ്കൾക്ക് പ്രാമുഖ്യമുള്ള മേഖലയിലേക്ക് കുക്കികൾക്ക് വരാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ വരാൻ കഴിയാത്തതുകൊണ്ട് ഈ പറയുന്ന കൂടുതൽ സൗകര്യങ്ങളുള്ളതൊക്കെ ഇംഫാൽ താഴ്വരയിലാണെന്നുള്ളതുകൊണ്ട് ഇദ്ദേഹം സ്വന്തം മകനെ ഒരു ആംബുലൻസിൽ കയറ്റിവിടുന്നു.
ആ ആംബുലൻസ് അതിക്രൂരമായി ആക്രമിക്കപ്പെടുന്നു. ആ ക്രൂരമായി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ആ പയ്യൻ, ആ 7 വയസ്സുള്ള പയ്യൻ മരിച്ചത് 800 മീറ്റർ അകലെ നിന്ന് വെടിവെക്കാവുന്ന സ്നൈപ്പർ ഗൺ ഉപയോഗിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ പോലും അവിടെ ഡ്രോൺ, മിസൈൽ, AK-47 ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കുക്കി ഗോത്രവർഗക്കാർക്ക് മിക്കവാറും തന്നെ ആയുധങ്ങൾ കിട്ടുന്നത് ഈ പറയുന്ന മ്യാൻമർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്നാണ്. ഈ പറയുന്ന മണിപ്പൂരിൻ്റെ ഏതാണ്ട് 400 കിലോമീറ്ററോളം ഈ മ്യാൻമറുമായി അതിർത്തി പങ്കിടുന്നതാണ്. അപ്പോൾ അവിടെ ചൈന മ്യാൻമറിലുള്ള വിഘടനവാദികൾക്ക് ആയുധങ്ങൾ കൊടുക്കുകയും അവിടെ നിന്നുള്ള ആയുധങ്ങൾ കുറച്ച് ഇന്ത്യയിലേക്കും കിട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അവിടെയുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് അവിടെ അതിഭീകരമായിട്ടുള്ള വിലക്കയറ്റമുള്ളത്. ഭക്ഷണ സാധനങ്ങൾ കിട്ടാനില്ല. ഇങ്ങനെ ഒരു ജനത മുഴുവൻ അതീവ ദുരിതം അനുഭവിക്കുന്ന ഒരു ലെവലിലാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ബീരേൻ സിംഗ് അടക്കമുള്ള ആളുകളൊക്കെ ചില ഗിമ്മിക്കുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പോലീസ് അങ്ങേയറ്റ പക്ഷപാതപരമായി പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പം നടക്കുന്ന ഈ സമരത്തിലേക്ക് വരാം. ഇപ്പം നടക്കുന്ന സമരം എന്ന് പറയുന്നത് മറ്റൊരു സ്റ്റുഡൻസ് മൂവ്മെൻ്റ് ആണ്. അത് ഓൾ സ്റ്റുഡൻസ് മണിപ്പൂർ യൂണിയൻ എന്നാണ്. അവരുടെ ആവശ്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ മനസ്സിലാവും ബീരേൻ സിംഗ് എന്ന് പറയുന്ന മുമ്പ് ജേർണലിസ്റ്റ് ആയിരുന്ന ഇപ്പം മുഖ്യമന്ത്രിയായിട്ടുള്ള ആളുടെ ഉടായ്പ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, എത്ര തരികിടയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഏറ്റവും ആദ്യം അവർ പറയുന്നൊരു കാര്യം, മണിപ്പൂരിലെ മെയ്തൈ അതുപോലെ നാഗ വിഭാഗക്കാരുടെ MLA-മാരെല്ലാവരും രാജിവെക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നൊരു കാര്യം. അതായത് MLA-മാരെല്ലാവരും രാജിവെക്കണം ഇതിൻ്റെ പ്രതിഷേധ ഭാഗമായിട്ട്. DGP-യെയും സുരക്ഷാ ഉപദേഷ്ടാവിനെയും മാറ്റണമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DGP-യെയും സുരക്ഷാ ഉപദേഷ്ടാവിനെയും മാറ്റണം. കാരണം ഈ DGP-യും സുരക്ഷാ ഉപദേഷ്ടാവും ഒക്കെ ഇപ്പോൾ ഗവർണർക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കേന്ദ്ര ഗവൺമെൻറ് കീഴിലാണ്. അതുപോലെ യൂണിഫൈഡ് കമാൻഡൻറ്റിൻ്റെ ചുമതല മുഖ്യമന്ത്രിക്ക് കൈമാറണമെന്നാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണോട്ടാ. ഈ യൂണിഫൈഡ് കമാൻഡൻറ്റിൻ്റെ ചുമതല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന അവിടെയുള്ള എല്ലാ സൈനിക വിഭാഗം, അതായത് പോലീസും കരസേനയും വിവിധ കേന്ദ്ര സേനകളും അടക്കമുള്ള ചേർന്നുള്ള സംയുക്ത സേനയെ പറയുന്നതാണ് യൂണിഫൈഡ് കമാൻഡൻറ്റ്. അതിൻ്റെ അധികാരം മൊത്തം ബീരേൻ സിംഗിന് കൊടുക്കണം എന്ന് പറഞ്ഞാണ് ഈ സംഘടന സമരം ചെയ്യുന്നത്. അപ്പോൾ ഈ സംഘടനയുടെ പുറകിൽ ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അല്ലെങ്കിൽ തന്നെ അവിടെ ബീരേൻ സിംഗ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആരംഭായ് തെങ്കോൾ, മെയ്തൈ ലിപ്പൂൺ എന്നൊക്കെ പറയുന്ന അങ്ങേയറ്റത്തെ എക്സ്ട്രീം ആയിട്ടുള്ള റാഡിക്കൽ മൂവ്മെൻറ്റുകളുടെ കയ്യിലെ കളിപ്പാവയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം അവരുടെ കൂടി ഒരു പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് അടുത്ത ഇലക്ഷൻ ജയിക്കാനും ഭൂരിപക്ഷം നേടാനും പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ഇതുണ്ട്. കാരണം വലിയ MLA-മാരുടെ നമ്പറൊന്നുമില്ലാത്ത സ്ഥലങ്ങളൊക്കെ പലപ്പോഴും അവഗണിക്കപ്പെടാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വയനാട് നിന്ന് വെറും 3 MLA-മാരേ ഉള്ളൂ. പലപ്പോഴും വയനാട്ടിലേക്ക് വലിയ വികസനം ചെന്നെത്താത്തതിൻ്റെ ഒരു കാരണം അത്തരത്തിൽ അവിടെ നിന്നുള്ള ഒരു പ്രദേശത്തു നിന്നുള്ള ആളുകൾക്ക് വലിയ റെപ്രസെൻറ്റേഷൻ ഇല്ലാത്തതാണ് കേരള നിയമസഭയിൽ. അപ്പോൾ അതേപോലെ സംഭവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിനിടയിൽ കേന്ദ്ര ഗവൺമെൻറ് എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ഏതാണ്ട് ഒരു നമ്മൾ ജയറാം രമേശിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ 1800 മണിക്കൂറുകളുടെ മൗനത്തിന് ശേഷം, അതായത് മാസങ്ങളോളം ഈ പറയുന്ന മണിപ്പൂരിലേക്ക് ഇപ്പോഴും പ്രധാനമന്ത്രി ചെന്നിട്ടില്ലെന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി അവിടേക്ക് എത്തി നോക്കുന്നൊരു പ്രശ്നമുണ്ടായിട്ടില്ല. അദ്ദേഹം വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ചെന്നിട്ടില്ല. ചെല്ലാത്തത് പോട്ടെ, അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. സംസാരിച്ചത് വെറും 36 സെക്കൻഡാണ്. ആ 36 സെക്കൻഡ് സംസാരിച്ചത് അവിടെയുള്ള 2 സ്ത്രീകൾ നഗ്നരാക്കി പരേഡ് ചെയ്യപ്പെട്ട ഒരു ദിവസമുണ്ട്. അതായത് ഇന്ത്യക്ക് മുഴുവൻ നാണക്കേടായ ഒരു ദിവസത്തെ അദ്ദേഹം സംസാരിച്ചത് തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ നടക്കുന്ന അതിക്രമങ്ങളുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. എത്രമാത്രം നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് BJP എടുക്കുന്നത്. ഞാൻ ഒരു കൊല്ലം മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുപോലെ ബീരേൻ സിംഗിനെ അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടല്ലാതെ അവിടെ യാതൊരു കാരണവശാലും സമാധാനം എന്ന് പറയുന്നത് വളരെ വളരെ അകലെയാണ്. അങ്ങനെ മാറ്റിയാൽ മാത്രമേ കുക്കി ഗോത്രവർഗത്തിലെ ആളുകളെയും സംഘടനാ നേതാക്കളെയും വിളിച്ചുകൊണ്ടൊരു ചർച്ചയെങ്കിലും നടത്തിക്കൊണ്ട് ഒരു അമിക്കബിളായിട്ടുള്ള സെറ്റിൽമെൻറ്റ് പോലും ചെയ്യാൻ കഴിയും. അവിടെ BJP-യുടെ കീഴിൽ തന്നെ കുക്കി ഗോത്രത്തിൽ നിന്നുള്ള 2 മന്ത്രിമാരുണ്ട്. അതുകൂടാതെ നിങ്ങളറിയേണ്ടത് അവിടെ തന്നെ നിരവധി MLA-മാരുണ്ട്. ഇവിടെ ആലുവയിൽ തന്നെ അവിടെ നിന്നുള്ളൊരു മന്ത്രി രാജ്കുമാർ രഞ്ജൻ സിംഗ് എന്ന് പറയുന്ന ഒരാൾ ആലുവയിൽ വന്ന് ഗസ്റ്റ് ഹൗസിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട് അവർ ആക്രമിക്കപ്പെട്ടു. ഇപ്പം ഏറ്റവും ഒടുവിൽ സംഭവിച്ചേക്കണത് രാജ്ഭവൻ അവിടെ എന്ത് ചെയ്യപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു. അതുകൂടാതെ അവിടെയുള്ള ഒരു കളക്ട്രേറ്റ് ആക്രമിക്കപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിൽ അവിടുത്തെ ജനത്തിനും ജീവനും സ്വത്തിനും ഒന്നും സുരക്ഷയില്ലാത്ത
വലിയ രീതിയിലുള്ള ഒരു കലാപം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടക്കുമ്പോഴും നമ്മൾ അറിയേണ്ടത് ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ മിലിറ്ററി ഫോഴ്സാണ്. അതായത് ഏറ്റവും മുൻപന്തിയിൽ യു എസ് ആണെന്ന് നമുക്കറിയാമല്ലോ, അമേരിക്ക ആണെന്ന് നമുക്കറിയാം. 2ാമത്തേത് റഷ്യയാണ്, ചൈനയാണ് 3ാമത്തേത്. തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ആ റഷ്യയും ചൈനയുടെ മുഴുവൻ വിവരങ്ങളൊക്കെ കിട്ടാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ 3ാമത്തേത് ചൈനയാണ്. 4ാമത്തെ ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്ക് അവിടെ ഒരു പരിഹാരം കാണാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എത്രമാത്രം വലിയ പരാജയമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടുത്തെ മുൻ ആയിട്ടുള്ള ഫോർമർ ഗവർണർ ഉണ്ട്, അവരുടെ പേര് അനസൂയ ഉക്കെ എന്നാണ്. ആ പറയുന്ന ലേഡി, അവർ വളരെ വിദ്യാഭ്യാസമുള്ള ഒരു ലേഡിയാണ്. MA എക്കണോമിക്സ് കഴിഞ്ഞതാണ്, LLB കഴിഞ്ഞതാണ്. അവർ പറഞ്ഞേക്കണത് അവിടുത്തെ ജനങ്ങൾക്ക് നരേന്ദ്രമോദിയെ വളരെ ഇഷ്ടമാണ്. അവർ BJP കാരിയാണ്. അവർ പറയുന്നത് ഞങ്ങൾക്ക് നരേന്ദ്രമോദി വളരെ ഇഷ്ടമാണ്, അവിടെ വികസനം കൊണ്ടുവന്നിട്ടുള്ളത് നരേന്ദ്രമോദിയാണ്. പക്ഷേ നരേന്ദ്രമോദി അവിടേക്ക് വരണം എന്നുള്ളത് ജനങ്ങളുടെ കൂടി ആഗ്രഹമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നേതാക്കൾ പറഞ്ഞിട്ട് പോലും നമ്മുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അവിടുത്തെ BJP ഗവൺമെൻറ്റിനോ ഒന്നും തന്നെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ പറയുന്ന ആളുകൾ ഇപ്പോൾ അവിടെ സമരം ചെയ്യുന്ന ഈ പറയുന്ന സ്റ്റുഡൻസ് യൂണിയൻ, അത് മെയ്തേ വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റുഡൻസ് യൂണിയനാണ്. അവരുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? ബിരേൻ സിംഗിൻ്റെ കയ്യിലേക്ക് കേന്ദ്ര പോലീസ് സേനകളുടെ എല്ലാം കൂടിയിട്ടുള്ള കമ്പൈൻഡ് മിലിറ്ററി ഫോഴ്സിൻ്റെ അധികാരം അദ്ദേഹത്തിന് കൊടുക്കണമെന്നാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ അധികാരം കൈയാളുന്ന ഗവർണറാണ്. കാരണം 355 ഇമ്പോസ് ചെയ്തപ്പോൾ ക്രമസമാധാന ചുമതല അങ്ങനെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റും ഏറ്റെടുത്തേക്കാണ്. ആ കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടും അമിത്ഷാ ആഭ്യന്തരമന്ത്രിയെ ഒരാഴ്ചയോളം പോയി സ്റ്റേ ചെയ്തിട്ട് പോലും അവിടെ ഇപ്പോഴും ആ കലാപത്തെ അമർച്ച ചെയ്യാൻ അല്ലെങ്കിൽ കലാപത്തിന് ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കാൻ അവരുമായി സംസാരിച്ചൊരു ധാരണയിലെത്തി ഈ കലാപം ഇല്ലാതാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റത്തെ പരാജയമാണ്. ഇതിൻ്റെ പിന്നിലുള്ളത് അവിടെ നിന്നുള്ള കുക്കി ഗോത്രവർഗ്ഗക്കാർ പറയുന്നത് അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണെന്നാണ്. അപ്പോൾ ആ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന് എങ്ങനെയാണ് ഈ പറയുന്ന രാഷ്ട്രീയക്കാരൊക്കെ ഉപയോഗിക്കുക എന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയക്കാർ ഒരു സൈഡ് പിടിച്ചു നിൽക്കുകയാണ്. ഒരു മുഖ്യമന്ത്രി തന്നെ കുക്കി ഗോത്രത്തിൽ വിഭാഗത്തിൽ താമസിക്കുന്ന ആളുകളെ അവർ മറ്റേ ഒപ്പിയം കൃഷി ചെയ്യുന്നവരായും അവർ ഇല്ലീഗൽ ഇമിഗ്രൻസായും, അതായത് മറ്റേ മ്യാൻമറിൽ നിന്നൊക്കെ വെറുതെ കടന്നു വന്നിട്ടുള്ള ആളുകളുമായി നിൽക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിസോറാം പോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ കുക്കി ഗോത്രവർഗ്ഗക്കാരുണ്ട്. അവിടുത്തെ വലിയ സംഘടന പറഞ്ഞു കഴിഞ്ഞു ഇവിടെയുള്ള മെയ്ത്തികൾക്ക് ഒരു സംരക്ഷണം ഉണ്ടാവില്ല എന്ന്, അല്ലെങ്കിൽ അവർക്ക് സുരക്ഷിതരായിരിക്കില്ല എന്നുള്ളത് ഒരു കൊല്ലം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇത് മാറാനുള്ള വലിയ സാധ്യതകളുണ്ട്. BJP മടിക്കേണ്ടതില്ല ഈ ബീരേൻ സിംഗിനെ എടുത്ത് പുറത്തേക്ക് കളയാൻ. കാരണം നേരത്തെ ധർമ്മറാ സിംഗ് എന്ന് പറയുന്ന പഞ്ചാബിലുണ്ടായിരുന്നിട്ടുള്ള മുഖ്യമന്ത്രി, അത് കോൺഗ്രസിൻ്റെ തന്നെയായിരുന്നു. പക്ഷേ ഇന്ദിരാഗാന്ധി വളരെ ശക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തു. ആ സ്റ്റാൻഡ് എടുത്തത് കൃത്യമായി അവിടെ പഞ്ചാബ് ഭരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് അദ്ദേഹത്തെ മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ സ്റ്റാൻഡ് യഥാർത്ഥത്തിൽ ഇവിടെ എടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ആളുകൾ നിരവധിയായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് നാഗാലാൻഡിൽ ഇതുപോലെ ഉണ്ടായ ഒരു കലാപത്തിനെതിരെ ഇന്ത്യൻ എയർഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്കെതിരെ ആക്രമണം നടത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതിൽ നിന്നൊക്കെ നമ്മൾ പുരോഗതി പ്രാപിച്ച് ഈ പറയുന്ന നമ്മുടെ 75 കൊല്ലങ്ങൾ കഴിഞ്ഞ് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് എത്തി നിൽക്കുന്നൊരു ഘട്ടത്തിൽ ഒരു മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലെ കുക്കി ഗോത്രവർഗ്ഗക്കാരുടെ പ്രശ്നങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാണ്. ഇതിൻ്റെ പിന്നിൽ കോൺഗ്രസ് ഒന്നും മുക്തമല്ല. കാരണം കോൺഗ്രസ് ഒക്കെ വരെ സൈഡ് ലൈൻ ചെയ്തതിൽ വലിയ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതാണ്. ഈ പറയുന്ന വികസനത്തിൽ ഒരു വിവേചനം കാണിച്ചത് കൊണ്ടാണ് വലിയ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. കുക്കി ഗോത്രവർഗ്ഗക്കാർക്ക് ഇപ്പോൾ ഇത് കേൾക്കുന്ന മലയാളികളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ആളുകളാണ്. കാരണം അവർ പലപ്പോഴും ഒരു വില്ലേജ് അങ്ങനെ തന്നെ അങ്ങ് മാറി വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുന്ന ആളുകളാണ്. ഈ ഒപ്പിയം പോലെയുള്ള സാധനങ്ങൾ കൃഷി ചെയ്തതിന് അതിൻ്റെ കായകൾ ഭക്ഷിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് 250-ലധികം പള്ളികൾ അവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട്. കുക്കി നാഗ വിഭാഗക്കാർ മിക്കവാറും തന്നെ എല്ലാവരും തന്നെ ഒരു ക്രിസ്ത്യൻ മതവിശ്വാസമുള്ളവരാണ്. പക്ഷേ മെയ്തേ വിഭാഗത്തിലുള്ള ഏതാണ്ട് 97-98% ആളുകളും ഹിന്ദു മതവിശ്വാസമുള്ളവരാണ്. പക്ഷേ ഇതൊരു മതപരമായ കലാപമല്ല, ഇതൊരു വംശീയമായ കലാപമാണ്. അതുകൊണ്ട് തന്നെ ഈ വംശീയമായിട്ടുള്ള ജനോസൈഡിന് അവിടെ വിധേയമാകും എന്നുള്ളതാണ് കുക്കി MLA-മാരടക്കം അവിടെയുള്ള നേതാക്കന്മാരുടെ എല്ലാവരുടെയും പേടി. ഇതിൻ്റെ ഒപ്പം ഇപ്പം അവിടെയുള്ള ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ വന്ന് അന്വേഷിച്ചിട്ട് കൊടുത്തേക്കുള്ള റിപ്പോർട്ട് കൂടി പറയാം. ആ റിപ്പോർട്ട് നമ്മൾ വിചാരിക്കുന്നൊരു കാര്യം, മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം, അസം റൈഫിൾ ഫോഴ്സിനെ അവിടെ നിന്ന് വിഡ്രോ ചെയ്യാൻ തീരുമാനിക്കുന്നതാണ്. അസം റൈഫിൾ ഫോഴ്സ് ആണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കുക്കി ഗ്രാമങ്ങൾക്ക് കാവൽ നിൽക്കുന്നതും അവരോട് കുറച്ചെങ്കിലും അനുഭാവം പ്രകടിപ്പിക്കുന്നതും. അതുകൊണ്ട് കുക്കി ഗോത്രവർഗ്ഗക്കാരുടെ ഏറ്റവും വലിയ ഡിമാൻഡ് അസം റൈഫിൾ ഫോഴ്സിന് ഒരു കാരണവശാലും അവിടെ നിന്ന് പിൻവലിക്കരുതെന്നാണ്. അതുകൊണ്ട്
ഈ പറയുന്ന ഇത്തരത്തിൽ ഒരു പരിഹാരമല്ല ഉണ്ടാവുന്നത്, പകരം എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്ന പരിപാടികൾ കേന്ദ്ര ഗവൺമെൻറ്റുകൾ ചെയ്യരുത്. ഇനി ഏറ്റവും വലിയൊരു കാര്യം, അവിടുത്തെ പോലീസ് ആർമറിയിൽ നിന്ന്, ഇപ്പോഴല്ല കേട്ടോ, അവിടുത്തെ പോലീസ് ആർമറിയിൽ നിന്നാണ് 4000 വരുന്ന ഗണ്ണുകൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ? പോലീസുകാർ യഥാർത്ഥത്തിൽ മെയ്തേയ് ആളുകൾക്ക് കൊടുത്തേക്കണതാണ് എന്നുള്ളതാണ് വലിയ ആരോപണം. ലക്ഷക്കണക്കിന് വരുന്ന വെടിയുണ്ടകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഗവൺമെൻറ് സ്പോൺസേഡ് ആയിട്ടുള്ള പരിപാടി ബിരേൻ സിംഗ് ഒക്കെ നിർത്തണം. ഇത് വളരെ കൃത്യമായി അവിടുത്തെ BJP എന്ന് പറയുന്ന ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായ നടപടിയെടുക്കണം. അതിന് ഏറ്റവും വലിയ തടസ്സം ബിരേൻ സിംഗിനെ അവിടെ മുഖ്യമന്ത്രിയാക്കി ഇരുത്തുന്നതാണ്. ആ മുഖ്യമന്ത്രിയാക്കി ഇരുത്തുന്നതിന് ബിരേൻ സിംഗിനെ മാറ്റിക്കൊണ്ട് മാത്രമേ ഇത് സാധ്യമാകൂ. ഇത് 1 കൊല്ലം മുമ്പ് പറഞ്ഞൊരാളാണ് ഞാൻ. അതിൻ്റെ വിശദമായ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. മാത്യു സാമുവൽ എന്ന് പറഞ്ഞ ചാനലിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഒരാളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതാണ്. ഇതിനേക്കാൾ വലിയ ഇൻഫർമേഷൻസ് അതിനകത്തുണ്ട്. ഇതിൽ ആഴത്തിലുള്ള ഒരു 3-4 വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ചരിത്രാതീത കാലം മുതൽ ഇതെങ്ങനെയാണ് ഇവർ തമ്മിലുള്ളൊരു മൈൻഡിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി എന്നുള്ളത്. അത്തരത്തിൽ മനസ്സിൽ നമ്മളെ ഈ കേരളത്തിലുമൊക്കെ ഇത്തരത്തിലുള്ള വിഭാഗീയത നമ്മൾ പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പടർത്തിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ, യൂട്യൂബ് ചാനലുകൾക്കും സോഷ്യൽ മീഡിയകൾക്കൊക്കെ വലിയ പ്രാധാന്യവും വലിയ കാഴ്ചക്കാരും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലുള്ള വലിയ കലാപങ്ങളിലേക്കായിരിക്കും നയിക്കുക. കലാപങ്ങളിൽ 2 ഭാഗത്തിനും വലിയ നഷ്ടമുണ്ടാവും. എത്രമാത്രം ക്രൂരന്മാരായി മണിപ്പൂരിലെ ആളുകളെന്ന് മനസ്സിലാക്കാൻ ഒരു ഒറ്റ ഉദാഹരണം കൂടി പറയാം നിങ്ങളോട്. ഒരു കാർ വാഷ് സെൻറ്റർ നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ, അയാളുടെ സ്ഥലത്ത് തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന 2 പെൺകുട്ടികൾ, അതായത് കാർ വാഷിൽ കാറ് തുടക്കാനും കഴുകാനും ഒക്കെ നിന്നിരുന്ന 2 പെൺകുട്ടികൾ, അവർ കുക്കി ഗോത്രവർഗത്തിൽ നിന്നുള്ള ആളുകളായിരുന്നു. ആ കുക്കി ഗോത്രവർഗത്തിൽ നിന്നുള്ള ആളുകളെ ഈ മെയ്തേയ് എന്ന് പറയുന്ന വലിയൊരു മോബിന് ഇട്ടുകൊടുത്തത് ഈ ഓണറാണ്. എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി സ്വന്തം കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ ഈ മറ്റൊരു വംശത്തിൽ പിറന്നതാണ്, കുക്കി ഗോത്രവർഗക്കാരാണെന്നുകൊണ്ട് ഇവർ വിട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പോലീസുകാർ 2 സ്ത്രീകളെ അവരെ പിടിച്ചതിന് ശേഷം ഈ പറയുന്ന പോലെ മെയ്തേയുടെ മോബിന് ഇതുപോലെ വിട്ടുകൊടുത്തു എന്ന് പറയുന്ന ആരോപണമുണ്ട്. അപ്പോൾ അത്തരത്തിൽ തീർച്ചയായിട്ടും ഇരുഭാഗത്തും വലിയ തെറ്റുകളുണ്ട്, വലിയ രീതിയിലുള്ള റാഡിക്കൽ എലമെൻസുകളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്. വയറിലൊക്കെ കൊടുത്തിട്ടുള്ള നിരവധി ഇൻ്റർവ്യൂകൾ ഞാൻ കണ്ടതാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം അവിടെ എന്താണ് സംഭവിക്കുകയെന്ന്. അതുകൊണ്ട് ഇത് നിസ്സാരമായൊരു പ്രശ്നമല്ല. 1 കൊല്ലം ഏതാണ്ട് 15-16 മാസമായിട്ടും ഇത് അടിച്ചമർത്താൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത് അടിച്ചമർത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അവരെ കൊന്നൊടുക്കുക എന്നുള്ളതല്ല, പകരം അവരുമായി സംസാരിച്ച് കേന്ദ്ര ഗവൺമെൻറ് മസിൽ പവറും ഉപയോഗിച്ച് കൃത്യമായി അവിടെ സമാധാനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് കേന്ദ്ര ഗവൺമെൻറ് അങ്ങേറ്റത്തെ വീഴ്ചയാണ്. ഇത് 36 സെക്കൻഡ് മാത്രമാണ് മോദി സംസാരിച്ചതെങ്കിൽ അത് പോരാ. ഇതിപ്പോൾ നമ്മുടെ നാഷണൽ മീഡിയാസിലും ഇൻ്റർനാഷണൽ മീഡിയകളിലും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് മീഡിയകളിൽ പോലും ഇത് വാർത്തകൾ പോലും അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ദയനീയമായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കേരളത്തിലൊക്കെ നേരത്തെ മണിപ്പൂർ വലിയ ചർച്ചയായിരുന്നു. ഇത് അടിയന്തിരമായി കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. പാവപ്പെട്ട നിരവധി ആളുകൾ അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അറിയാതെ പോലും മറ്റൊരു സ്ഥലത്തേക്ക് ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിനേക്കാളൊക്കെ ഉപരി അവിടെ അനിയന്ത്രിതമായ വിലക്കയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റു പല ജസ്വാൾ പോലെയുള്ള പല മേഖലകളിൽ നിന്നും, മിസോറാമിൻ്റെയും ഐസ്വാൾ പോലെയുള്ള പല മേഖലകളിൽ നിന്നും വരുന്ന ഫുഡ് ഐറ്റംസ് അങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയാത്ത കാര്യമുണ്ട്. കുക്കികളുടെ അടുത്തു നിന്നുള്ള വിഭവങ്ങൾ ഇങ്ങോട്ട് ഇംഫാലിലേക്ക് എത്തിക്കാൻ കഴിയാത്ത കാര്യമുണ്ട്. അതുകൊണ്ട് ഇത് അടിയന്തിരമായി കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് പരിഹരിക്കണം. ഇപ്പോൾ ഏതാണ്ട് 250-ലധികം പേർ അവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഈ നമ്പർ, ഇത് ഒഫീഷ്യലി ഉള്ള കണക്കാണ്, അൺഒഫീഷ്യലി എത്ര പേരാണെന്ന് നമുക്കറിയില്ല. കാരണം കുക്കി ഗോത്രവർഗത്തിലുള്ള മിക്ക ആളുകൾക്കും അവിടെ ID കാർഡോ ഐഡൻറ്റിറ്റി ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വെറുതെ നിസ്സാരമായി അങ്ങോട്ട് അവസാനിക്കാൻ പോകുന്ന പ്രശ്നമല്ല. ഇത് ചിലപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് വീണ്ടും പടരാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെയുള്ള ബിരേൻ സിംഗ് ഗവൺമെൻറ്റിനെ മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ ബിരേൻ സിംഗിനെ എടുത്ത് പുറത്ത് കളഞ്ഞുകൊണ്ട് കുറച്ചുകൂടി മാന്യമായി നീതിയുക്തമായി കാര്യങ്ങൾ നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് അടിയന്തരമായ നടപടികൾ എടുക്കണം.